എത്ര ദിവസമായല്ലോ മോളെ നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് ഒന്നിച്ചു വന്നിട്ട്? അതെ, എത്ര കാലമായി നമ്മൾ ഒന്നിച്ചിട്ട് വന്നിട്ട്. ഞാനവിടെ ജോലി സ്ഥലത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായല്ലേ? അതെ അതെ, ഒന്നിച്ചു വന്നത് നല്ല രസമുണ്ട്. എന്തിനാ വന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ ഇത്ര രസം. എന്തുവാടി, ഞാൻ വന്നത് മുതൽ നിന്നെ ശ്രദ്ധിക്കുകയാണല്ലോ. വന്നത് മുതൽ നീ എന്താ എന്നെ ഒരുമാതിരി മേയിച്ചു നോക്കുന്നേ? ഞാനും നോക്കിയിട്ടൊന്നുമില്ല, അത് നിനക്ക് തോന്നുന്നതാ. ഓ അതെയോ, ശരി. ഞാനൊന്നും ചിന്തിച്ചു കൂട്ടുന്നൊന്നുമില്ല, അത് നിനക്ക് വെറുതെ തോന്നുക. നീ എന്തിനാ അങ്ങനെയല്ല ചോദിക്കുന്നത്? ഞാനിപ്പോ എന്തെങ്കിലും ആലോചിച്ചോ? ഞാൻ എനിക്ക് തോന്നിയ കാര്യം ചോദിച്ചോന്നല്ലേ ഉള്ളൂ. അത് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഞാനൊന്നും പലതും പറഞ്ഞു നിന്നെ. അങ്ങനെയൊന്നുമില്ല, നീ ചോദിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂടായിന്നേ ഉള്ളൂ. ഞാൻ വെറുതെ ചോദിച്ചതാ മോളെ. നീ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കൂട്ടത്തിലുള്ളതൊന്നും അല്ലല്ലോ. ഞാൻ വന്നത് മുതൽ നീ ഒരക്ഷരം മിണ്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ലിതാര സ്നേഹയോ? എന്താടി വിശേഷം, സുഖല്ലേ? സുഖാടി, ഇങ്ങനെ പോകുന്നു. നിനക്ക് സുഖല്ലേ? ഞാൻ നന്നായി പോകുന്നു. നീ എപ്പോഴാ നാട്ടിലെത്തിയേ? ഇത് നിന്റെ മക്കളാ? ഇതിലേതാ മൂത്തവള്? എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിൽക്കുന്നില്ലേ, അവളാ മൂത്തവള്. എടി മഹി, ഇതാരാടി? ഹായ് ശ്രീലക്ഷ്മി, ഹൗ ആർ യു? ഐ ആം ഫൈൻ ആന്റി. എടി മഹി, ഇവർക്ക് എന്റെ പേരൊക്കെ അറിയാലോ. ഇവരെ നമുക്ക് അറിയാമോ? ഇതാരാ? നമുക്ക് അറിയുന്ന ആരെങ്കിലും ആണോ? എന്തുവാ, നമുക്കറിയുന്ന ആരേലും ആണോന്നോ? ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടാ. അപ്പൊ അറിയൂ നമുക്ക് അറിയുന്ന ആളാണോ അറിയാത്ത ആളാണോന്ന്. എന്തുവാടി, ഞാൻ നിന്നോട് നേരത്തെ ഇല്ലേ ചോദിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തായി, ഞാൻ കേട്ടില്ലായിരുന്നു. മോളെ ശ്രീലക്ഷ്മി, ഇതാണ് എന്റെ മോന്. പേര് മനീഷ് എന്ന്. പിന്നെ ഇവൻ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടത്രേ. എന്നോടോ? എന്നോട് എന്തിനാ? അത് അവനോട് തന്നെ ചോദിക്കണം, നിന്നോട് എന്തിനാ സംസാരിക്കുന്നേന്ന്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കട്ടാ. ഞാനേ അകത്ത് പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാം. അയ്യോ, ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്ന? ചേട്ടാ, നിങ്ങൾ നേരത്തെ എന്താ പൂജ ചെയ്യാനുണ്ടെന്നല്ല പറഞ്ഞത്? നമുക്ക് അകത്ത് പോയിട്ട് പൂജാരിയെ കണ്ടിട്ട് വരാവാ. ഞാനെപ്പോഴാ പറഞ്ഞത്? നിങ്ങൾ മനുഷ്യ വീട്ടിൽ നിന്ന് വരുമ്പോ പറഞ്ഞത് ഓർമ്മയില്ലാതായ ഇത്ര പെട്ടെന്ന്? ഈയിടെയായിട്ട് നിങ്ങൾക്ക് വല്ലാണ്ട് മറവിയാണ് കേട്ടാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. മോളെ, ഞങ്ങളെ പൂജാരിയെ കണ്ടിട്ട് വരാം. നീ മോനോട് സംസാരിക്കട്ടാ. അയ്യോ, എന്നെ ഒറ്റക്കാക്കി അവര് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചി, ഞാനേ അമ്മന്റെ അടുത്ത് പോന്നിട്ടാ. നീ ഇവിടെ ഒരടി മുമ്പോട്ട് വെക്കാൻ പാടില്ല. അതിന് ഞാനെന്ത് ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, അമ്മയല്ലേ ചെയ്തേ. നിനക്കെല്ലാം അറിയായിരുന്നില്ലേ, എന്നിട്ട് നീ ഒരക്ഷരം മുന്നേ എന്നോട്. അത് പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ നിൽക്കാം. അതാവുമ്പോ അവരെന്താ സംസാരിക്കുന്നതെന്ന് കേക്കാലോ. ചേച്ചി, അതാ ആ പയ്യൻ വരുന്നുണ്ട്, നമുക്കേ അങ്ങോട്ട് പോകാം, വാ.